സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കാര്യങ്ങൾക്ക് മുടക്കം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നികുതി പിരിവിൽ ഒത്തുതീർപ്പില്ലെന്ന് ധനമന്ത്രി പറഞ്ഞപ്പോൾ നികുതി പിരിവ് ശാസ്ത്രീയമല്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് SC/ST വിദ്യാർത്ഥികളുടെ സ്വർണ്ണ മെഡൽ സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി. ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞ സാമ്പത്തിക ടേക്ക് ഓഫ് എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ കൂപ്പുകുത്തിയതുപോലെയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ ആക്രമണത്തിന് തുടക്കമിട്ടത് മാത്യു കുഴൽനാടൻ. SC/ST വിഭാഗങ്ങളുടെ സ്വർണ്ണ മെഡൽ പിടിച്ചുവച്ചിരിക്കുന്നതാണ് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കാനായി മാത്യു ഉയർത്തിയത്. 10,000 പവൻ 20,000 കുട്ടികൾക്ക് അരപ്പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ. ഓണാഘോഷം അടിപൊളിയാക്കിയതായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രധാന പ്രതിരോധം. ഓണം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഓണപ്പാട്ടിനോടൊപ്പം ഒന്നുകൂടെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഞങ്ങൾ ഉഷാറാണെന്ന ബെഡായി മാത്രമേ സർക്കാരിനുള്ളൂവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. കുടിശ്ശികളുടെ പട്ടിക നിരത്തി പ്രതിപക്ഷ നേതാവും സർക്കാരിനെ കൊട്ടി. ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. ഇപ്പോഴൊക്കെ സർക്കാർ വിലാസം സംഘടനകൾ ഡോക്യുമെന്ററി ഉണ്ടാക്കി കൈകൊട്ടിക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാചകമടിക്കാനില്ലെന്ന് പറഞ്ഞായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. ട്രഷറി അടച്ചുപൂട്ടാതിരിക്കാനുള്ള ധനവിനിയോഗ മാനേജ്മെന്റ് സർക്കാർ കാഴ്ചവെക്കുന്നതായും ധനമന്ത്രി അവകാശപ്പെട്ടു. ഹൃദയപൂർവ്വം ആളുകളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് സാർ. ഐ ഡോണ്ട് കെയർ എന്നല്ല സാർ ഈ സർക്കാരിന്റെ സമീപനം. ഐ ഡോണ്ട് കെയർ എന്നല്ല, വി കെയർ. എല്ലാവരെയും ഞങ്ങള് കാര്യം നോക്കും, എല്ലാവരുടെയും കാര്യം നോക്കുന്ന സർക്കാരാണ് സാർ ഇത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്ത സഭയിൽ പലപ്പോഴും കസേരകൾ ഒഴിഞ്ഞുകിടന്നു. ഇരുപക്ഷത്തും ചർച്ച കേൾക്കാൻ ആളില്ലെന്ന പരിഭവം സ്പീക്കറും പങ്കുവച്ചു. മീഡിയ 1 തിരുവനന്തപുരം.